ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, പള്ളിക്ക് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധം തുടരുകയാണ്. പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടുകൊടുക്കുന്നില്ലെന്ന കടുത്ത നിലപാടിൽ തന്നെയാണോ വിശ്വാസികൾ ഉള്ളത്? പൂട്ട് പൊളിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കുട്ടികളടക്കം നിരവധി സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ പൂട്ടിനോട് ചേർന്ന് അവിടെ നിൽക്കുന്നത്. പൂട്ട് പൊളിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, രാവിലെ മുതൽ, അത് രാവിലെ എന്നുള്ളതല്ല, ഇന്നലെ തുടങ്ങിയിട്ട് ആളുകൾ, ഈ വിശ്വാസികളായിട്ടുള്ള യാക്കോബായ സഭവിശ്വാസികൾ ഈ പള്ളി മുറ്റത്തും ഒപ്പം തന്നെ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലുമായി തന്നെ അവർ നിലയുറപ്പിക്കുകയായിരുന്നു. ഈ നടപടി, പോലീസിന്റെ നടപടി ഇന്ന് എന്തായാലും ഉണ്ടാകുമെന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള അറിവ് ലഭിച്ചതിനെ തുടർന്ന് വിശ്വാസികൾ ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും പോലീസ്, വലിയ പോലീസ് സംഘം തന്നെ ഇവിടേക്ക് എത്തുകയും നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഭാഗികമായി തന്നെ പൊളിക്കുന്ന നിലയിലേക്ക് തന്നെ പോലീസിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ വീണ്ടും പുതിയ താഴിട്ട് പള്ളിയുടെ അത് അകത്തു നിന്ന് പൂട്ടുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വിശ്വാസികളകത്ത്, യാക്കോബായ സഭ വിശ്വാസികൾ ഈ പൂട്ടകത്തു നിന്നും പൂട്ടുകയാണ്, ഗേറ്റ് അകത്തു നിന്നും പൂട്ടുകയാണ്. എന്തായാലും ഈ കഴിഞ്ഞ കുറെ സമയങ്ങളായി തന്നെ സമാനമായ രീതിയിലുള്ള അന്തരീക്ഷമാണ് ഇവിടെ നടക്കുന്നത്. ഇന്നിപ്പോൾ ഈ രണ്ട് പള്ളികളിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ 2017 സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ ആ നിലയിലുള്ള, അല്ലെങ്കിൽ ആ വിധി നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതനുസരിച്ചുള്ള നിലപാട് ഒരിക്കലും തന്നെ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 6 പള്ളികൾ നിലവിൽ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിലെ കണക്ക് പ്രകാരം, ഉത്തരവ് പ്രകാരം ഉള്ളത്. അതിൽ ഇപ്പോൾ പുളിങ്കാനം പള്ളിയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ സുപ്രീം കോടതി വിധി ഉത്തരവ് നടപ്പിലാക്കാൻ പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരെ